അതുപോലെ അതിലടിച്ചിടാ ചെല്ലടാ വേഗം പോ വെട്ടി എടുത്തോണേ. അടിച്ചു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നത്തെ ചൂണ്ടയിടയിൽ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വേണ്ടിയിട്ട് എന്താ കുപ്പിച്ചൂണ്ട, അതിന് വേറെ പേര് പറയുമല്ലോ, എന്തായിരുന്നു, വെട്ടിയുണ്ട. വെട്ടിയുണ്ടയാണ് ചെയ്യുന്നത്. കൊളുത്ത് എത്ര ഇത് 10 കൊളുത്ത് കുപ്പിയുണ്ട്, അതിനകത്തുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അഖില്, പിന്നെ എന്താണ് നിനക്ക് നാണം വരുന്നോ? പിന്നെ നമ്മുടെ സച്ചു, ഇവരൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നാളെ ഈ കുപ്പിയും സാധനങ്ങളൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ ഇടുന്ന ബൈറ്റും കൂടെ കാണിച്ചു തന്നേക്കാം, പിന്നീട് അതിനൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. അയ്യോ, ഇതല്ലേ വിത്തുങ്ങളൊക്കെ ഇതിനകത്താണ്. ഇതിനകത്ത് കുറേ പൊടിമീൻ കിടപ്പുണ്ട്, അവത്തങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, അവർ കിടന്ന് ഭയങ്കര ഓട്ടം. അപ്പോൾ അവത്തങ്ങൾ അവിടെ കിടന്ന് ഓടട്ടെ, ഞങ്ങൾ ഈ ചൂണ്ടൊക്കെ കെട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിക്കാം. അപ്പോൾ അതാണ്ട നമ്മുടെ കിട്ടാറ്. അപ്പോൾ അതാണ്ട നമ്മുടെ അതന്നെ ബൈറ്റ് സെറ്റാക്കും. ഞാൻ കുറച്ച് നേരം എന്തോ ആലോചിച്ചു പോയി. എന്ത് എടുത്ത് ചെയ്യണ്ട ചൂണ്ട, അത് ഇപ്പോൾ ഇട്ടത് ദാണ്ടുണ്ട് മൊത്തങ്ങളൊക്കെ പുറക്കിടും. ഏത് ചെറുത് എല്ലാം ഒരേ സൈസാണല്ലോ. അതാണ്ടൊരെണ്ണം കെട്ടിയിട്ടേക്കുന്നവൻ, അവൻ കെട്ടിയതെടുത്തിട്ടു. അതിനകത്തൊരു മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, മാനത്തന്നെ അല്ലല്ലോ, ചുട്ടിപ്പൂശാനോ എന്തോ ചുട്ടിപ്പൂശ ഉണ്ടായിരുന്നു. കട്ട് ചെയ്തോ? തുപ്പല് വിഴുങ്ങിയായിരുന്നു. മാനത്തണ്ടി അല്ലേ, അത് കുഴപ്പമില്ല. അല്ല, കണ്ടില്ലേ, ഇവനല്ലേ പിടിച്ചത്. അങ്ങനെ ഉണ്ട് രണ്ടാമത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്യുന്നത്. സാധാരണ പലരും പല രീതിയിലാണ്, മറ്റേ എന്താ പള്ളത്തിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസൾട്ട് കൂടുതലാണ് പള്ളത്തേക്ക്. പക്ഷേ നമുക്ക് പള്ളത്തിൽ കിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനേക്ക് പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാവേ. എന്താടാ, വെട്ടിലിനെ പിടിക്കുമെന്നോ? ചെറിയ വെട്ടിലും പിടിച്ചില്ല അടിപൊളി. അതാണ്ടേ ഇവിടെയാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ സെറ്റാക്കി എൻ്റെ കയ്യിലുണ്ട്, സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഓഹോ, കൊള്ളാലോ, വെറൈറ്റി ആയിരുന്നു. അയ്യോ, ഇതെന്ത്, ഇത് എല്ലാവരും കയറി കുരുങ്ങി കണ്ട. അപ്പോൾ എന്താണ്ട് ഇവിടെയാണ് നമ്മൾ ചൂണ്ടിടുന്ന സ്ഥലം. ഇത് ശരിക്കും വയലാണ് കേട്ടോ. വയലിൽ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ആയി കിടക്കുന്നത്. കാര്യം ഇവിടെയൊക്കെ ഉള്ളൂ കൃഷിയുള്ളത്, സൈഡിലോട്ടൊക്കെ കൃഷിയുണ്ട്, ഇങ്ങോട്ട് കൃഷിയില്ല. അതിങ്ങനെ ഇതായിട്ട് കിടക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് വരാലടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വരാലിനെ പിടുത്തം. എന്താടാ, ചേറുണ്ടോ? അപ്പം ഞങ്ങൾ പോയിട്ട് ചൂണ്ടൊക്കെ ഇടട്ടെ. ചേറല്ല, മറ്റേ ഇതാ, ഇതിനിടയ്ക്ക് ഈ വള്ളി കിടപ്പുണ്ട്. വള്ളി നമ്മളെ ഇട്ട് കുരുക്കുന്ന എല്ലാം കുരുങ്ങിയ. അയ്യോ, മീനെല്ലാം കുരുങ്ങിയിട്ട് ഗുഡ്സ്. കുരുക്കഴിച്ചിടാ നീ. ആ കുരുക്ക അത് ഇവത്തങ്ങൾ തമ്മിൽ തങ്ങളൊന്ന് കുരുക്കിയതാടാ, അതാ സംഭവം. ആദ്യത്തെ ഇതിട്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ തന്നെ ചന്നം പിന്നെ കിടന്നടിച്ചിട്ടില്ല. കൊള്ളാം. ഓക്കെ, അവസാനം ഇതിൻ്റെ അട്ടം കണ്ടുപിടിച്ചോ? ഇല്ല, കണ്ടുപിടിച്ചിട്ട് ന്യൂസ്.
ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ മീനെല്ലാം ചത്തുപോകില്ല. അപ്പോഴത്തേക്ക് ഓ അതെവിടാടാ വലിയ ഒട്ടിയൊക്കെ അടിക്കുന്ന മീൻ. കുറുക്കഴിക്കും വേഗം കഴിയും. ഓക്കെ ഗോട്ട് ഇറ്റ്. ഒരെണ്ണം എങ്ങനെയോ അഴിച്ചെടുത്ത്, അതുകൊണ്ട് അവൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കി അഴിച്ചെടുക്ക്, വേഗം അഴിച്ചെടുക്ക്. ഇങ്ങനെ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ മീൻ അടിക്കണം അല്ലേ? നല്ല രസമായിരിക്കും. വീത്തിൻ്റെ എന്താ ശരിയാ ഒന്നുണ്ട് അവിടെ ഇട്ട്. അങ്ങ് ഇറങ്ങി കൊടുക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടങ്ങ് ഇറങ്ങിയിട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ടങ്ങ് എറിഞ്ഞിട്. ഞാൻ വരെ പോകണമെന്നുണ്ട്. അതാരട്ടത് അമ്മാതിരി കിക്കൊക്കെ കുടിക്കുന്നത്. അടുത്താഴ്ച എടാ ഇതിലൊന്നുകൂടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിലൊരു മീനൂടെ കിടപ്പുണ്ട്. കുപ്പി 2 എണ്ണം ഉണ്ട്. ഈ കൈതക്കോര നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലടാ. ഇവൻ കള്ളത്തരം കാണിച്ചത് അല്ലടാ. ഇതുണ്ടല്ലോ ഈ മീൻ അടിക്കാനായിട്ട് അടുത്ത് വരുന്ന ടൈം ഇത് അനങ്ങാസം കിടന്നാളെ ഇവിടെ അങ്ങനെ ഒരു പണിയുണ്ട്. ചത്തതുപോലെ കിടക്കും ഇത്. ഓക്കെ, അങ്ങനെ നമ്മുടെ എല്ലാ ചൂണ്ടയും നമ്മൾ എറിഞ്ഞിട്ട് കഴിഞ്ഞു. എന്താ അതെന്തുവാ തപ്പി പിടിക്കുന്നോ? തപ്പി പിടിക്കാന്നോടാ? ആമ. ഓ ആമയുണ്ട്, വിഷയാ. അപ്പം ഞങ്ങളിനി കരയ്ക്ക് കയറിയിരിക്കട്ടെ. മീനടിച്ചടാ. ചെല്ലില്ല പോട്ട് പോയി നോക്കേ. അതിനകത്ത് മീൻ അടിച്ചോ എന്നൊരു ഡൗട്ട്. കാര്യം ഇപ്പം അതിൻ്റെ അപ്പുറത്തൊരെണ്ണം മറിഞ്ഞായിരുന്നു. അത് മീനാണോ? കുപ്പിക്കനക്കൊന്നുമില്ല. എന്നാലും ഒന്ന് വലിച്ചു നോക്കുക കേട്ടോ. നാന്ന് മീന അതിലങ്ങോട്ട് പോകുന്നുണ്ടേ. ആഹാ നല്ല വലിയാന്നല്ലോ. പോയോ? പോടാ, മീനെ അടിച്ച് കളഞ്ഞില്ലയോ? അങ്ങനെ ആദ്യത്തെ ശ്രമം പാഴായിരിക്കുന്നു. എന്താ ഇവിടെ അടിച്ചോ? എങ്ങോട്ട്? പിന്നെ വേറൊരു കൈതക്കൊരെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. നീ അവൻ അതിനെ കുരുത്തട്ടെ. അല്ല വെളിച്ചത്തിലിട്ടാൽ മതിയോ? അപ്പം നീ അവനെ ഇട്ടേച്ച് വാ. അങ്ങോട്ട് അല്ല, അവിടെ ഇതേപോലെ തന്നെയല്ലോ, ആഴമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം ഒരു 5 ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഇതിനകത്ത് കിടപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് പൊടിമീൻ പിടിക്കട്ടെ. കൈതക്കോര പിടിക്കാൻ പോയേക്കും അവൻ. അകലുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കൈതക്കോര പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പോയി കൈതക്കോര പിടിച്ചോട്ടെ. നമുക്കിവിടെ നിൽക്കാം. ഇൻ കേസ് ഏതെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എടുക്കണ്ടേ, അതിനുവേണ്ടി ഇവിടെ വയ്ക്കണം. അതുപോലെ അതിലടിച്ചടാ ചെല്ലടാ. വേഗം പോ. വെട്ടി എടുത്തോണേ. അടിച്ചു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വരാലിനെ സച്ച് പിടിച്ചുകൊണ്ട് ഇതായി വരുന്നു. എൻട്രൻസിലിട്ടാ ഗുണം ഓക്കെയാണ്. അതും ഇത് പക്ഷേ കുറുവായിരുന്നിട്ട്. നല്ല സൂപ്പർ സാധനം. ഓക്കെ കണ്ട, നല്ല അടിപൊളി സാധനം. നല്ല വിഴുങ്ങലും വിഴുങ്ങിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ നാടൻ വരാൽ. കുറച്ച് അങ്ങോട്ടാകുമ്പം സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് അവിടെ. കാര്യം ഈ പായൽ കിടക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് മീൻ കയറും. അതുകൊണ്ട് അവിടെ തെളിച്ചിട്ടിട്ട് ഓക്കെ. അങ്ങനെ ചെറിയൊരു ഇതിനെ കിട്ടി, കൈതക്കൊര കുഞ്ഞിനെ കിട്ടി. അതിനെ കൊണ്ടുപോയി കൊരുത്തിട്ടേക്കുക. ബാക്കിയൊന്നിനും ഒരു ഇതില്ല. വെയിറ്റ് ചെയ്യാം. അടിക്കുവരി അടിച്ചെന്ന് തോന്നും. അതോ കാറ്റാണോ? അല്ല മീനടിച്ച് വേണ്ട. ഇപ്പം അങ്ങോട്ട് ഇട്ടേ ഉള്ളൂ. അവിടെ എൻട്രൻസിൽ മീനടിച്ച്. നല്ല മീനേതണ്ട. വെട്ടിക്കോണേ. പോയോ? ഇല്ല. ആഹാ, അടുത്തവൻ. എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇടാൻ പറഞ്ഞല്ലോ. കയറി വരട്ടെ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തവൻ. വാ, അത് ഫൗളാണോ? അല്ലല്ലോ. വല്ലാത്ത പിടപ്പാവൻ, ചെറുക്കൻ കിടന്ന് കിടക്കുന്നത്. ആണ്ടുണ്ട് രണ്ടാമത്തിന്. ആദ്യത്തെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാമത്തവൻ അവിടെ കിടക്കട്ടെ. എല്ലാവരും മീനുണ്ട്, അതിനകത്ത് മീനുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇറങ്ങാത്തതെന്ന്. ഞാൻ ഇറങ്ങുന്നതാണ്, പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. വെട്ടിക്കോണാടാ മോനെ. അതിൽ പക്ഷെ വലിയ മീനാണ് കിടക്കുന്നത്, അതുകൊണ്ടേ. ഇല്ലേ? ഇല്ലടാ, അതിൽ മീനില്ല ഗൈസ്. അതിൽ കുറവാന്നുണ്ട്. അതുകൊണ്ട് ആ എൻട്രൻസിൽ ഇട്ടേരെ. അതുകൊണ്ട് അവിടെ ഇട്ടേരെ, ആ എൻട്രൻസിനകത്ത് ഇട്ടേരെ. അതിലേക്കൊന്ന് കുറവ. ഈ കൈതക്കുറയിൽ ഇതടിക്കാൻ ഭയങ്കര പാടാണ്, സമയമെടുക്കും. കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്കും സാധനം. ഞാനത് അവിടെ കൊണ്ടുപോയിടട്ടെ. ഓപ്പറേറ്റർ വന്നിരിക്കുകയാണ്. ഇവനാണ് മീനെ അണ്ണാക്കി നിന്ന് ചൂണ്ടെടുക്കുന്നത്. ഇറുക്കിലെ കമ്പോ വേണോ? ഓക്കെ. ഇല്ല, എൻ്റെ അണ്ണാക്കിലൊക്കെ കൈയിട്ടിട്ടൊക്കെ എടുക്കുന്നത്. കുറേ ബ്രാലിൻ്റെ കടി കൊണ്ടിട്ടുണ്ട് ചെറുക്കാൻ. ഓക്കെ, ഇതൊന്നും കാണിക്കുന്നില്ല. ഒക്കെ ഇച്ചിരി ഇതായിട്ടുള്ള സാധനങ്ങളാണ്, അത് വേണ്ട. അതിനകത്ത് മീൻ വെട്ടിയതാ. നോക്കിയിട്ട് പോയാൽ മതി. അനക്കുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അനക്കുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അളിയനെ വെളിയിലെടുത്തിട്ടുണ്ട്. ഭയങ്കര കാട്ടം. ഇനി അടുത്തന്നെ ഓപ്പറേറ്റ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇവിടെ കിടപ്പുണ്ട്, ആശാന്മാരുണ്ട്. എന്താണ് ഡോക്ടർ അഖിൽ, ഡോക്ടർ ഒലാങ്ക്. അല്ല, ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. കൊച്ചു പിള്ളേരൊന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണിത്. അപ്പോൾ നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊക്കെ വന്നിങ്ങനെ ഇറങ്ങിയടിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മളെ നാട്ടിൻപുറത്തുള്ള സ്ഥലമാണ്. നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അധികവും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതുള്ള മീൻപിടുത്തമാണ് മാക്സിമം നമ്മൾ ചെയ്യാറുള്ളത്. കാര്യം വെള്ളമാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. കൊച്ചു പിള്ളേരൊന്നും ഇത് കണ്ടിട്ട് ഇതിങ്ങനെ ഒന്നും എടുത്ത് ചാടാനും എടുക്കാനും ഒന്നും നിൽക്കരുത്. എപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കുക. അല്ലേ, ഞാൻ പറഞ്ഞ ഞാനത് കണ്ട് അനങ്ങിയത് ഞാൻ കണ്ടായിരുന്നു. വയനാട്ട് കയറിയോടാ. കളയല്ലേ മോനെ, കളഞ്ഞ പോയോടാ. ഇതാണ് കുഴപ്പം. കുറേ വള്ളിപ്പായലും പോച്ചയും കിടപ്പുണ്ട്. അത് കാരണം ഇവത്തുങ്ങളെ പോയോ? അതിനകത്ത് വിട്ടുപോയി. അതങ്ങ് പോയോ? അങ്ങ് മീൻ സാരമില്ല, നമുക്ക് അടുത്തന്നെ പിടിക്കാം. എടാ പോയൊരു കുറേ പിടിക്കട്ടെ, പോടാ. പള്ളത്തെങ്കിൽ പള്ളത്തി ഉള്ളതാവട്ടെ. എന്തിനെങ്കിലും പിടിച്ചോണ്ട് പോവാ. ചൂണ്ട എടുത്തോണ്ട് പോടാ. അവിടെ ഒരു കുപ്പിച്ചൂണ്ട് ഇട്ടായിരുന്നു കേട്ടോ. കുപ്പല്ല, തടച്ചൂണ്ട. അതിനകത്ത് വരാമല്ലോ കിട്ടി.
ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ അയ്യോ, കുറച്ച് കാടും പടലൊക്കെയാണ്. കയറ്റിക്കോ കയറ്റിക്കോ. ഇപ്പുറത്തോ? പോടാ. വേണ്ട, അടുത്ത വരാം. കുറേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ കുറവ് അതിനകത്തുനിന്ന് പോയോ? ചേ അവിടെ വരാം. അവിടേക്ക് ഇതിന് ഇങ്ങനെ എടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിലേ ഈ സാധനം ചാടിക്കളയും. ആണ്ടെ അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ വരാൽ. കഴിഞ്ഞ 3 വട്ടം ഞാൻ പോയി, വന്നില്ല. പകൽ വന്നിറങ്ങിയപ്പോൾ അതിനകത്ത് എന്താ ചെയ്യുക. ഇനി ഓപ്പറേഷൻ ടൈം. ഓണ്ടല്ല അതിനകത്ത് അടിച്ചിട്ടുണ്ട്. കിറ്റിയല്ലേ ഇത്? ചെല്ലിയല്ലേ ഇത്? ഓണ്ട അങ്ങ് അടിച്ചിട്ടുണ്ട്. കൊടുത്തിപ്പോൾ ഞാൻ പുറയിലങ്ങ് വരാം. കണ്ടിട്ട് പോയ പോലെ തോന്നുന്നുണ്ട്. എന്തുവാന്നുണ്ടോ പോയെന്ന് തോന്നുന്നു. അല്ലടാ, ഇല്ലടാ 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 ഇല്ലടാ, മുന്നേ ഇതാ പോടാ. ആണ്ടുണ്ട് ഒരു നേരം. അതാ ഉണ്ടോ കുറുവതിൻ്റെ വായിലിരിക്കുക. നോക്ക് എന്താ ചേട്ടാ കാണിച്ച ആ മീൻ ഇരിക്കുന്നുണ്ടാണ്. അയ്യോ ആ മീൻ, ആ ഭാഗ്യം. എന്തായാലും പെട്ടെന്ന് അവനിങ്ങ് ഊരിഞ്ഞ് പോരുന്നു. ഫുള്ള് വിഴുകാനും കിട്ടിയില്ല അളിയന്. ഫുള്ള് വിഴിഞ്ഞ്, ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ചില നല്ലപോലെ പൊരുത്ത് കിട്ടും. അപ്പോൾ ഇവത്തങ്ങൾ ഇവിടെ കെട്ടി വെക്കട്ടെ. ഞങ്ങൾ പോയിട്ട് കുറച്ച് കുറവ് പിടിച്ചോണ്ട് വെക്കാം. കുറവില്ല, ഇവിടെ ഒന്നും കുറവ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവത്തങ്ങൾ ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ പോയിട്ട് കുറവേയും പിടിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് ഇതിനകത്തെങ്കിലുമൊക്കെ അടിച്ച് കിടക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെ പോയിട്ട് താണ്ടേ കുറേ പൊടിമീനും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെൻ്റെ ബാഗിനകത്തിടപ്പുണ്ട്. ഇനി അവിടുത്തെ സ്ഥിതി എന്താ എന്ന് അറിയത്തില്ല. ഞങ്ങളങ്ങോട്ട് പോട്ടെ, പോയി നോക്കട്ടെ. അവിടെ ചെന്നിട്ട് കാണിക്കാവേ. ഇവിടുത്തെ അവസ്ഥ എന്തുവാ? ആ ഇത് നിങ്ങൾ കാട്ടിനകത്ത് കയറി അവിടെ ഇട്ടതിനകത്ത് ഒരെണ്ണം കാണുന്നില്ലല്ലോടാ. ഒരു കുപ്പി കാണുന്നില്ലല്ലോ. ആ അവിടെ ഉണ്ട് 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 എല്ലായിടത്തും ഉണ്ട്. ആ ഇതെടുത്ത് നോക്ക്. ഇവിടുത്തെ അവസ്ഥ എന്തുവാന്ന്. ആ മീനുണ്ട് അതിനകത്ത്. ഓ ഇതെല്ലാം അങ്ങ് ആ ഇതിൻ്റെ അകത്തുകൊണ്ടേ കയറ്റി വെക്കുക. അതാ കുഴപ്പം. കളയല്ലേടാ. പോയോ? ആ ഇല്ല, എനക്കുണ്ട്. കളഞ്ഞ നീ എങ്ങനെയും കൊണ്ടുവരണോ? കിട്ടി. അടുത്ത പരലിനെ കൊരുത്തിട്ടുണ്ട്. മറ്റേ മീനൊക്കെ അങ്ങ് ചത്ത്. അപ്പോൾ ഇനി അത് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തു നിന്നുള്ള മീനുകളെ കൊണ്ടിടാം. അയ്യോ ചെറുനകത്ത് ഇപ്പം കൊണ്ടുപോയത്. അതിനകത്ത് മീനടിച്ച് കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് മീനടിച്ച് കിടക്കുമെന്ന് തോന്നുന്നു. ഒരു അവിടെ ചൂപ്പ് കിടക്കുന്നുണ്ട്.
ഇത് മാറ്റി വിടണം. ചത്തോ ഇല്ലയോ നോക്കാം അതിനകത്ത്. അതിൽ മീനുണ്ടെന്നാണ് തോന്നുന്നത്. അതല്ലല്ല, അതിനകത്ത് മീനുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. ആ ഉണ്ട്. ഒല്ലടാ, പോയോ? ഇല്ല, പോടാ. അതെങ്ങനെ പോണേ? വെള്ളം കുറയ്ക്കാം. ഓപ്പറേറ്റ് ചെയ്ത് തന്നെ വെളിയിലെടുക്കാം. അപ്പം എടുക്കാനത്തുള്ളൂ. അതുകൂടാ പോല അവിടെ മീൻ നമ്മുടെ ചാക്കിനകത്തിട്ട് നനഞ്ഞതാ. എടുത്ത് നോക്ക്. അതാ ആമ എല്ലാം വലിച്ചിങ്ങി കൊണ്ടുവന്നതാണോ അറിയാൻ പറ്റത്തില്ല. കായലിൻ്റെ ഇടയ്ക്കൊണ്ട് കേട്ടില്ല. അടിച്ചോണ്ട് പോയി. മീനടിച്ച്, അതിനകത്ത് മീനടിച്ച്. അതല്ലടാ, നീ പോയി എടുക്ക്. എന്നിട്ട് തോണ്ട വലിച്ചു പോകുന്നത് ചെല്. അതിലും അടിച്ച്, അതിലും അടിച്ച് അതെടുക്കാം. എന്നിട്ട് ഇതെടുക്കാം. അല്ല, അതെടുക്കണ്ട, ഇതെടുക്കുക. കാര്യം അത് കളിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ. ഇതിൻ്റെ പൊച്ചക്കകത്ത് കയറി കഴിഞ്ഞാൽ പോയി പാടാ. പോയോ? ഓ, എന്താണ് മീനിൻ്റെ അവസ്ഥ? ഇനി മറ്റേതും പോകുന്നവരും പങ്ക് പോവും. ഓ, അതിനകത്തു നിന്നുള്ള മീൻ പോയി. സാരമില്ല, നമുക്കില്ല. അവിടെ പോയിട്ട് ലൈനും കൂടെ നോക്കാം. അതിനവിടെ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ സൈഡിൽ മറ്റേ ഇതുണ്ടല്ലോ, ഇങ്ങോട്ട് പോച്ചയും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടാ. അത് പോയി നോക്കിട്ടെ. ഓക്കെ, അതിനെ കിട്ടിയിട്ടുണ്ട്. സാരമില്ല, പോരാ. അത് പിന്നെ അവിടെ വരും ആ മീൻ പിന്നെ ഇനിയും അവിടെ വരും. മതി, നമുക്ക് ഇതോടെ കഴിഞ്ഞ് നിർത്താം. നമ്മൾ കാര്യം നേരെ വരും അവിടെ അല്ലേ. ഇനി ലൈറ്റൊക്കെ പോയി പാടാം. ആണുണ്ട്. ഇതിനകത്ത് കുറവേണ്ട, ആ കുറവ് അതിനകത്ത് തന്നെ അടപ്പുണ്ട്. പോയിട്ടല്ല. അപ്പോൾ ഞാനേ കുറച്ച് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ സംഭവമൊന്നുമില്ല. ഇതുണ്ടല്ലോ, ഈ ചെറിയ മീനെയൊക്കെ നിങ്ങൾ എടുക്കുന്നത് എന്തിനാണെന്നുള്ള കമൻറ്റ് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ്റെ എല്ലാം അങ്ങ് അണ്ണാക്കിലാണ് ഈ ചൂണ്ട ചെന്ന് കയറുന്നത്. നമ്മളിത് തിരിച്ചെടുക്കാൻ നേരത്തുണ്ടല്ലോ, ഇത് നല്ലപോലെ ഇഞ്ചോർഡാവും. പിന്നെ അതിനെ തിരിച്ചു വിട്ടുകൊണ്ടും വേറെ ഗുണമൊന്നുമില്ല, ചത്തു പോകത്തേ ഉള്ളൂ. അപ്പം പിന്നെ എടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനില്ല നമ്മുടെ കയ്യിൽ. ഇതാണ് സംഭവം, കണ്ടോ. ഇതെല്ലാം അങ്ങ് അണ്ണാക്കില്ല. നമ്മൾ ഈ ചൂണ്ട വലിച്ച് പറിച്ച് പുറത്തോട്ട് എടുക്കുന്ന ടൈമിൽ ഇത് ചാവും, ഉറപ്പായിട്ടും അത് ചത്തുപോകും. അപ്പോൾ അങ്ങനത്തെ അതിനകത്ത് മീൻ പിടിച്ചേ. എന്തുവാ കുപ്പി? എൻ്റെ പൊന്നി, കണ്ടോ വലിച്ചു കൊണ്ടുവന്ന്. ചളിപ്പല്ലേ മക്കളെ. അതും വായൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറും. ചെല്ലട്ടെ, അങ്ങോട്ട് പോട്ടെ.
സമയം ഒരുപാട് വൈകി. എടുക്കുന്നതിനെല്ലാം എടുത്ത് ഉണ്ടോടാ ഇല്ലേ? ഓ അടിച്ചത് പോയി. ഇല്ല പോയി. അപ്പം വേണ്ട ഇന്നത്തെ പരിപാടി ഞങ്ങൾ ചവിട്ടുകയാണ് ഇവിടെ. കാര്യം ഇപ്പം സമയം ഒരുപാടായി, അതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ഇങ്ങനെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഇതിനെ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോയും കൂടെ ആഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പം അതുകൂടെ കാണണം, സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇങ്ങനെ ഞാനിപ്പം കാണിച്ചു തരാം. അവിടെ റോഡിൽ ചെന്നായിരുന്നു സുഖമായിട്ട്. വേണ്ട, നമുക്ക് ഇവിടെ വെച്ച് ഇട്ടാൽ മതി. നീ പറഞ്ഞ പോലെ ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. നല്ല കുട്ടിയാണ്. കാണാൻ പോവാതെ നല്ല കുട്ടി ഇന്ന് ചാടും വെള്ളത്തിൽ. ഞാൻ പുറകെ ചാടും. താൻ എന്താണോ ഇങ്ങനെ? ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കേട്ടോ കണ്ടാ, ഇന്ന് കിട്ടിയ ഇത്രയും മീനുകളാണ്. എത്ര എണ്ണം ഉണ്ട്? 3, 6, 8 എണ്ണം. 8 മീനുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പറഞ്ഞിട്ടല്ലോ, നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഭയങ്കര ബോർ പരിപാടിയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതൊക്കെ ചെയ്യണ്ടേ? ഓക്കെ, അപ്പം കാണാമേ. ടാറ്റ.